എല്ലാവർക്കും ടാലൻറ്റ് പ്ലസ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ പറയട്ടെ, വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. കാരണം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് 2 ഭാഗങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചാനലിലെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കുഞ്ഞ് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തുകയുള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോയിന്റുകളിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ കൂടുതലായും ഉൾപ്പെടുത്തിയത് 2022 ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ വിജയി അർജന്റീനയാണ് 2022 ഖത്തറിൽ വെച്ച് നടന്ന ഫുട്ബോൾ ലോകകപ്പ് വിജയിയായത്. റണ്ണറപ്പായത് ഫ്രാൻസും അർജന്റീനയും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം. ഖത്തർ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയത് ആരാണ്? കിലിയൻ എംബാപ്പെ. ഫ്രാൻസിൻ്റെ കിലിയൻ എംബാപ്പയാണ് ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയത്. ഗോൾഡൻ ബൂട്ട് അവാർഡ് നൽകുന്നത് ആ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന താരത്തിനാണ്. 2022 ലോകകപ്പ് ഫുട്ബോളിലെ ഗോൾഡൻ ബോൾ നേടിയത് ആരാണ്? ഗോൾഡൻ ബോൾ അവാർഡ് നേടിയത് അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ്. 2022 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബോൾ നേടിയ താരമാണ് ലയണൽ മെസ്സി. ഗോൾഡൻ ഗ്ലൗ അവാർഡ് നേടിയത് എമിലിയാനോ മാർട്ടിനസ്. അർജന്റീനയുടെ ഗോളിയായ എമിലിയാനോ മാർട്ടിനസ് ആണ് ഗോൾഡൻ ഗ്ലൗ അവാർഡ് നേടിയത്. ഫിഫ ഫെയർ പ്ലേ അവാർഡ് നേടിയ ടീം ഇംഗ്ലണ്ട്. ഫിഫയുടെ ഫെയർ പ്ലേ അവാർഡ് നേടിയ ടീമാണ് ഇംഗ്ലണ്ടിനാണ് 2022 ലോകകപ്പിൽ ഫിഫ ഫെയർ പ്ലേ അവാർഡ് നേടിയ ടീം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം ആരാണ്? ലയണൽ മെസ്സി. അർജന്റീനയുടെ കളിക്കാരനായ ലയണൽ മെസ്സിയാണ് ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം. നെക്സ്റ്റ്, 2026 ലോകകപ്പ് വേദി 3 രാജ്യങ്ങളാണ് ആതിഥേയത്വം വഹിക്കുന്നത്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ സ്ഥലങ്ങളിലാണ് 2026 ലോകകപ്പ് വേദി നിശ്ചയിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, 2022 മിസ്സിസ് വേൾഡ് പുരസ്കാരം നേടിയത് ആരാണ്? സർഗാം കൗശലാണ് 2022 മിസ്സിസ് വേൾഡ് പുരസ്കാരം നേടിയത്. സർഗാം കൗശൽ ഇന്ത്യക്കാരിയാണ്. 21 വർഷങ്ങൾക്ക് ശേഷമാണ് മിസ്സിസ് വേൾഡ് പുരസ്കാരം ഇന്ത്യയിലെത്തുന്നത്. വീണ്ടും ഖത്തർ ലോകകപ്പ് ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. 2022 ഖത്തർ ലോകകപ്പിൻ്റെ ഫൈനൽ വേദി ഏതായിരുന്നു? ലുസൈൽ സ്റ്റേഡിയം ആയിരുന്നു 2022 ഖത്തർ ലോകകപ്പിൻ്റെ ഫൈനൽ വേദി. നെക്സ്റ്റ്, ലോകകപ്പ് ട്രോഫി അനാവരണം ചെയ്ത ബോളിവുഡ് താരം ദീപിക പദുക്കോൺ ആയിരുന്നു ലോകകപ്പ് ട്രോഫി അനാവരണം ചെയ്ത ബോളിവുഡ് താരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകകപ്പിലെ മികച്ച യുവതാരം ആര്? എൻസോ ഫെർണാണ്ടസ്. അർജന്റീനിയൻ താരമായ എൻസോ ഫെർണാണ്ടസ് ആണ് ലോകകപ്പിലെ മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2022 ഫുട്ബോൾ ലോകകപ്പിലെ ആദ്യ ഗോൾ നേടിയത് ആരായിരുന്നു? എനർ വലൻസിയ. ഇക്വഡോറിൻ്റെ എനർ വലൻസിയയാണ് ആദ്യ ഗോൾ നേടിയത്. 2022 ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ഗോൾ നേടിയത് എനർ വലൻസിയ. ഇദ്ദേഹം ഇക്വഡോറിൻ്റെ താരമാണ്. 2022 ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഗോൾ നേടിയ താരം ആരായിരുന്നു? അൽഫോൺസോ ഡേവിഡാണ് 2022 ലോകകപ്പിൽ ഏറ്റവും വേഗതയേറിയ ഗോൾ നേടിയത്. ഇദ്ദേഹം കാനഡ ടീമിലെ അംഗമായിരുന്ന അൽഫോൺസോ ഡേവിഡാണ് ഏറ്റവും വേഗതയേറിയ ഗോൾ 2022 ലോകകപ്പിൽ നേടിയത്. ലോകകപ്പിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോറർ ആര്? പെപ്പെ. പോർച്ചുഗൽ താരമായ പെപ്പയാണ് ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോറർ. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ ഗാവി. സ്പെയിനിൻ്റെ താരമായ ഗാവിയാണ്
ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി തിരഞ്ഞെടുക്കപ്പെട്ടത്? അടുത്ത ചോദ്യം, ആദ്യ ചുവപ്പ് കാർഡ് നേടിയത്? 2022 ലോകകപ്പ് മത്സരത്തിൽ ആദ്യ ചുവപ്പ് കാർഡ് നേടിയത് വെയ്ൻ ഹെന്നസിയാണ് ആദ്യമായിട്ട് ചുവപ്പ് കാർഡ് 2022 ലോകകപ്പിൽ നേടിയത്. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഫിഫ ലോകകപ്പ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? സിൽവിയോ ഗസാനിങ്കെ എന്ന വ്യക്തിയാണ് ഫിഫ ലോകകപ്പ് രൂപകൽപ്പന ചെയ്തത്. 18ാമത്തെ ചോദ്യം, ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആദ്യ പേരെന്തായിരുന്നു? അതായത് ലോകകപ്പ് ഫുട്ബോളിൻ്റെ പഴയ പേരെന്ത്? യൂൾറിമേ കപ്പ് എന്നായിരുന്നു ലോകകപ്പ് ഫുട്ബോൾ ആദ്യം അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, ആദ്യമായി ഒരു ലോകകപ്പ് മത്സരം നിയന്ത്രിച്ച വനിതാ റഫറി ആരായിരുന്നു? സ്റ്റെഫാനി ഫ്രാപ്പാട്ട്. മത്സരം ജർമ്മനി കോസ്റ്റാറിക്ക മത്സരമായിരുന്നു സ്റ്റെഫാനി ഫ്രാപ്പാട്ട് നിയന്ത്രിച്ചിരുന്നത്. ഇവരുടെ കൂടെ ലൈൻ റഫറിമാരായി അസിസ്റ്റ് ചെയ്തത് ന്യൂസ ബാക്ക്, കാരൻ ഡയസ് എന്നീ 2 റഫറിമാരായിരുന്നു. ന്യൂസ ബാക്ക്, കാരൻ ഡയസ് ഇവരായിരുന്നു സ്റ്റെഫാനി ഫ്രാപ്പാറ്റിൻ്റെ കൂടെ ലൈൻ റഫറിമാരായിട്ട് ഉണ്ടായിരുന്നത്. കുറച്ച് എക്സ്ട്രാ പോയിന്റ്സുകൾ കൂടെ. ഏറ്റവും അധികം ഗോൾ പിറന്ന ലോകകപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പാണ്. 2022 ഖത്തർ ലോകകപ്പ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് ഒറ്റ പോയിന്റ് പോലും നേടാൻ കഴിയാത്ത ടീമുകളാണ് കാനഡ, ഖത്തർ എന്നിവ. 2022 ലോകകപ്പിലെ ഏറ്റവും പ്രായം കൂടിയ പരിശീലകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നെതർലാൻഡിൻ്റെ പരിശീലകനായ ലൂയി വാൻ ഗാലാണ് ഏറ്റവും പ്രായം കൂടിയ പരിശീലകൻ. അദ്ദേഹം നെതർലാൻഡിൻ്റെ പരിശീലകനായിരുന്നു. ഫുട്ബോൾ ലോകകപ്പിൽ 5 ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം ലയണൽ മെസ്സി. അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ് ഫുട്ബോൾ ലോകകപ്പിൽ 5 ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. ആദ്യത്തെ ഹാട്രിക് നേടിയത് ഗോൺസാലോ റൊമോസോ ആണെങ്കിൽ ഫൈനൽ മത്സരത്തിൽ ഹാട്രിക് നേടിയത് ഫ്രാൻസിൻ്റെ താരമായ കിലിയൻ എംബാപ്പയാണ്. 2022 ലോകകപ്പിൽ 2 ഹാട്രിക്കുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യ ഹാട്രിക് നേടിയത് ഗോൺസാലോ റൊമോസയും രണ്ടാമത്തെ ഹാട്രിക് നേടിയത് കിലിയൻ എംബാപ്പയുമാണ്. ഈ പോയിന്റോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഉടനെ തന്നെ അടുത്ത ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ, സീ യു സൂൺ.